നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു. നിങ്ങൾ പറയാം എന്റെ ഇടക്ക് പറഞ്ഞാൽ ശരിയാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ? എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ശബരിമലയും പരിസരങ്ങളിലും നല്ലതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പോറ്റി എന്നത് ഇപ്പോൾ പലതരത്തിലും വ്യക്തമായിട്ടുണ്ട്. വരസേരെ ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടൂറിലും വിളക്കിലൊക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. അപ്പോൾ ഏതോ ഒരു ഗൂഢാലോചനയിലൂടെ ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ വിളിച്ച ഭഗവാൻ എന്റെ കൂടെയാന്ന്. ഇത് ഒരു ചെറിയ നിസ്സാര കാര്യമല്ല. ശബരിമല എന്നൊരു പുണ്യ സ്ഥലത്തിൽ നിന്ന് കൊള്ള ചെയ്ത് ഒരു 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 നമ്മൾ കേൾക്കുമ്പോൾ അത് ഒരു ചെറിയൊരു പൊട്ടിയോ കൊറ്റിയോ ആരൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ വലിയ വലിയ ആൾക്കാരുണ്ട്. മന്ത്രിയാണോ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടീൻ്റെ അവരെ സഖാവന്മാരാണോ, ഇതെല്ലാം അന്വേഷിച്ചിട്ട് കൃത്യമായി മുമ്പോട്ട് വെക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന മാത്രമല്ല, ഞങ്ങളൊരു ഡിമാൻഡ്. ഭഗവാന്റെ സ്വർണം ഈ ഒരു ദേവസ്വം ബോർഡ് തട്ടിപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും എന്താണ് വഷളും, എന്തിനേക്കാളും നാണക്കേട് എന്താണ് കാണാനും പറയാനുള്ളത്? അപ്പോൾ ഇതിന് ഞങ്ങൾ അങ്ങനെ വിടാൻ പോകുന്നില്ല. ഇതിനെക്കുറിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. ഇന്നലെ ഞങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. 2014 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടീൻ്റെ അഴിമതിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം എന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടിയോട് പറയും. അത് ഇന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ പറയുന്നു. അതല്ല ഉദ്ദേശം. പ്രധാനമന്ത്രിയുടെ ശബരിമലയിലേക്കുള്ള സന്ദർശനത്തെ കുറിച്ച് അല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് 1-2 തവണ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിജി ഒരു ഗുരുവായൂർ പോയിട്ടുണ്ട്, എത്രയോ അമ്പലത്തിൽ പോയിട്ടുണ്ട്. നമ്മുടെ ശബരിമലയിലും ഒന്ന് വരണം, ശബരിമലേൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം. ഈ ശബരിമല കർമ്മസമിതിൻ്റെ ആ ഒരു പ്രണയം എനിക്ക് തന്നല്ലോ അന്ന് പന്തളത്തിൽ, അത് ഞാൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഭക്തന്മാർ അവർ അഭ്യർത്ഥിച്ച ഓരോരോ കാര്യങ്ങൾ പ്രൈം മിനിസ്റ്ററോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ അത് നോക്കുമെന്നാണ് ഞാൻ വിശ്വാസം. നമ്മള് പറഞ്ഞില്ലേ ഉടലോടെ കത്തിക്കൊന്ന് ഹാജാരി പറഞ്ഞേക്കുന്നത്, അതിന് ഞമ്മളെ കിട്ടിയിട്ട് വേണ്ടേ?